പ്രാഥമിക സൗകര്യം പോലും ഇല്ലാത്ത ഒരു KSRTC ഡിപ്പോ എന്ന ചീത്തപ്പേര് മലപ്പുറത്തിന് വിട്ടൊഴിയുകയാണ്. 1982 മലപ്പുറത്ത് KSRTCയുടെ ഈ ഡിപ്പോ തുടങ്ങിയത്. അന്ന് സ്ഥാപിച്ച ഈ ഓഫീസ് ഇനി ഏറെ ദിവസമൊന്നും ഇവിടെ ഉണ്ടാവില്ല. പകരം 11 കോടി ചെലവിൽ നിർമ്മിച്ച ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെയുള്ള പുതിയ ടെർമിനലിലൂടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. മലപ്പുറത്തിൻ്റെ വലിയൊരു ആവശ്യമായിരുന്നു KSRTC നല്ലൊരു ടെർമിനൽ എന്നുള്ളത്. കാരണം കോഴിക്കോട് പാലക്കാട് ദീർഘദൂര ബസ്സുകൾ തുടർച്ചയായിട്ട് വന്നു പോകുന്ന സ്ഥലം, തിരുവനന്തപുരത്തേക്കും ഊട്ടിയിലേക്കും മധുരയിലേക്കും വന്നു പോകുന്ന സ്ഥലം, സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പോലും പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യം പോലും ഇല്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ അവസാനം 2016 ഈ ബസ് ടെർമിനലിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടു. പക്ഷേ വർഷങ്ങൾ നീണ്ടു നിന്നു ആ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ. ഒടുവിൽ 9 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ ടെർമിനലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇത് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. MLA ഉബൈദുള്ളയ്ക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അല്പം വൈകാരികമായിട്ട് തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. മലപ്പുറത്തെ KSRTC ഡിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജില്ലാസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്താണ്. കേരളത്തിൽ പലയിടത്തും ടൗണിൻ്റെ ഹൃദയഭാഗത്ത് KSRTC ഡിപ്പോ ഉണ്ട്. എന്നാൽ ഇത്ര വിശാലമായ യാർഡും സൗകര്യങ്ങളുള്ള KSRTC ഡിപ്പോ ഒരു ജില്ലാസ്ഥാനത്തുമില്ല. അതുകൊണ്ട് തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഈ യാർഡ് ഇതൊന്ന് നന്നായി കാണണം എന്ന് മലപ്പുറത്ത് മാത്രമല്ല ജില്ലയിലെ മൊത്തം ജനങ്ങൾ, ജില്ലയ്ക്ക് പുറത്തുള്ള ഇവിടെ യാത്രക്കാരെ എത്തുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരായിട്ട് ഉയർന്നു വരികയും ചെയ്യാണ്. എന്തുകൊണ്ട് KSRTC ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു എന്ന് പല ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ നവീകരണം വർഷങ്ങളായി ഈ ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പൊതുഗതാഗത സർവീസിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് KSRTC സ്റ്റാൻഡ് നവീകരിക്കണം എന്ന ആഗ്രഹവും താല്പര്യം അവരൊക്കെ കാണിക്കുന്നത്. എന്നാൽ അവരൊക്കെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ടെർമിനലായി KSRTC ഡിപ്പോ ആയി മലപ്പുറം ഡിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടെർമിനലിൻ്റെ സൗകര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആളുകൾക്ക് കാത്തിരിക്കാനുള്ള, വിശ്രമിക്കാനുള്ള ഇടം, അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കാണിക്കാൻ കഴിയുക അവിടെ AC ശീതീകരിച്ച വിശ്രമിക്കാനുള്ള മുറിയുണ്ട്. ദീർഘദൂര യാത്രക്കാർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവർക്ക് സുരക്ഷിതമായിട്ട് അവരുടെ സാമഗ്രികൾ വയ്ക്കാം. അതുപോലെ കുട്ടികൾക്ക് പാല് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതിൽ ആളുകളെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ട എല്ലാം ഈ ഒരു ടെർമിനലിൽ ഇതിനോടകം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും വിവിധ ഇടങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിർത്താനുള്ള ഇടങ്ങളൊക്കെ. തിരുവനന്തപുരത്തേക്കുള്ള ടെർമിനലിൻ്റെ അല്ലെങ്കിൽ ട്രാക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഫാമിലി വെയിറ്റിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒരു CSR ഫണ്ട് മുഖേനയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ പരിപാലനം KSRTC ആണ്. ശീതീകരിച്ച വിശ്രമിക്കാനുള്ള മുറി, അതിനൊപ്പം തന്നെ കടമുറികളുണ്ട്. അതിനപ്പുറത്ത് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു മലപ്പുറത്തിൻ്റെ ഈ ഒരു ടെർമിനൽ എന്നത് ഈ നാടിൻ്റെ വലിയ കാലത്തെ ഒരു ആവശ്യമായിരുന്നു. ഇത് എന്തുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുന്നില്ല എന്ന ചോദ്യമായിരുന്നു ഇത്രയും കാലം ഉയർന്നിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ്, സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ നിർമ്മാണം ഇത്രത്തോളം വൈകിച്ചതെന്നാണ് MLA പറയുന്നത്. സർക്കാരിൻ്റെ ഒരു കാലതാമസമല്ലേ ഇതിനൊക്കെ? അതാണ് സംഭവിച്ചത്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ജനങ്ങൾ കുറ്റപ്പെടുത്തുക MLA ആണ്. MLA പ്രഷർ അതാണ് MLA പ്രഷർ ചെയ്യാത്തത്. MLA എത്രമാത്രം പ്രഷർ ചെയ്യേണ്ടതെന്നുള്ളത് നിയമസഭയിലുള്ളവർക്ക് അറിയുള്ളൂ. KSRTC എന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും അടുത്തുള്ളവരൊക്കെ ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി വലിയ തടസ്സമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് തടസ്സം. അതാണ്. അപ്പോൾ നമുക്ക് ഈ 5 കോടി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ശ്രമിക്കാം. ഏതായാലും ഇത് മലപ്പുറം ടൗണിൻ്റെ തുടക്കമാണ്. മലപ്പുറം ടൗണിൻ്റെ മുഖച്ഛായ അക്ഷരാർത്ഥത്തിൽ മാറ്റുന്ന ഒരു സംരംഭമായി KSRTC മലപ്പുറം ഡിപ്പോ മാറും. മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൽ ഇനിയും ഞാനുണ്ടാവും. തീർന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ബസ് ടെർമിനലും വിശ്രമിക്കാനുള്ള മുറികളും ഒക്കെയാണ് ഉള്ളത്. പക്ഷേ ഇതിനപ്പുറം ഇനിയും കുറച്ചുകൂടി ആവശ്യങ്ങളുണ്ട്. ഇവിടെ ഒരു ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളോ സ്ഥലമോ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ പഴയ ഓഫീസ് ഇരിക്കുന്ന ആ ഒരു മേഖലയിലാണ് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു സാധ്യതയുള്ളത്. ഏറെ വൈകാതെ സർക്കാരിൻ്റെ ഫണ്ട് കിട്ടുന്നത് മുറയ്ക്ക് അവിടെ ആളുകളുടെ ഒരു പാർക്കിംഗ് ഏരിയ കൂടി നിർമ്മിക്കാനും ആലോചന നടക്കുന്നുണ്ട്. എന്നാലും MLA സംബന്ധിച്ച് ഇത് 2ാം ലോക മഹായുദ്ധം ജയിച്ച ഒരു സന്തോഷമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കൃത്യമായൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് കേൾക്കാം. ഞാൻ MLA ഉടനെ തുടങ്ങിയതാണ് ഈ KSRTC ഡിപ്പോയുടെ
നവീകരണവുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്ത് പലതവണ നിരന്തരമായി ശക്തമായി ഇത് ആവശ്യം ഉന്നയിച്ച് അങ്ങനെ അതിൻ്റെ കൂടെ ഉണ്ട് ഒരു 15 വർഷമായിട്ട്. അവസാനം 2015 ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 7,90,00,000 രൂപ ഇതിനുവേണ്ടി അനുവദിച്ചത്. അപ്പോൾ അന്ന് ഇതിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പോർക്കാണ്. അദ്ദേഹം പറഞ്ഞത് ഉബൈദുള്ളയ്ക്ക് ഇന്ന് ലോകമഹായുദ്ധം ജയിച്ച പ്രതീതിയാണെന്നാണ് അന്ന് അദ്ദേഹം തറക്കല്ലിടുമ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരു 2ാം ലോകമഹായുദ്ധം ജയിച്ച പ്രതീതിയിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം പറയാൻ കാര്യം എന്താ, 5 വർഷമായിട്ട് നിയമസഭയിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള ഇതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ പോരാട്ടം MLA ഉടനെ തുടങ്ങി. പക്ഷെ അതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ പുറകിലുണ്ട്. വെള്ളിയാഴ്ചയാണ് KSRTC ടെർമിനലിൻ്റെ ഉദ്ഘാടനം. മന്ത്രി ഗണേഷ് കുമാറാണ് ഉദ്ഘാടനത്തിന് എത്തിച്ചേരുക. എന്നെങ്കിലും മലപ്പുറത്തിൻ്റെ ദീർഘകാലത്തെ ഒരാവശ്യം, ചിരകാല അഭിലാഷം എന്നൊക്കെ പറയാം, അത് പൂർത്തീകരിക്കുകയാണ്, പൂവണിയുകയാണ്. കൂടുതൽ സൗകര്യങ്ങൾ ഈ ഒരു ടെർമിനലിൽ ഇനിയും ഉണ്ടാകട്ടെ. സാധാരണ KSRTC ടെർമിനലിനെ കുറിച്ചുള്ളൊക്കെ എപ്പോഴും ആക്ഷേപങ്ങളും പഴികളൊക്കെ ഒരുപാട് വരുന്നതാണ്. ഈ ഒരു ടെർമിനൽ അതിൽ നിന്നെല്ലാം മാറി ജനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സൗകര്യപ്രദമാകുന്ന ഒന്നാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാണെങ്കിലും മലപ്പുറം ഈ ഒരു കാര്യത്തിൽ KSRTC ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നു എന്ന കാര്യത്തിൽ ഏറെ സന്തോഷത്തിലാണ് മലപ്പുറംകാർ. മലപ്പുറത്തും CV അനുമോദ്, ന്യൂസ് 18.